ഹലോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇപ്പം സത്യം പറഞ്ഞാൽ ഇവിടെ ആരുമില്ല കേട്ടോ, വീട്ടിലെ ആരുമില്ല. അമ്മ തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക് പോയി കേട്ടോ. അമ്മ പോയി, ചേട്ടൻ തിരിച്ച് ദുബൈയിലേക്കും പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. അന്ന് എടുത്തു വെച്ച വീഡിയോസാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പിന്നും പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഗസ്റ്റ് ഉള്ള ദിവസമാണ്. ഗസ്റ്റ് ആരാന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആൻറ്റിയും മാമനും പ്രിയ ചേച്ചിയും ചേട്ടനുമാണ്. അമ്മ നാട്ടിൽ വരുമ്പോൾ ഞങ്ങൾ അവർക്ക് ട്രീറ്റ് കൊടുക്കാറുണ്ട്. അവർ പകരം ഞങ്ങളെ കൊണ്ടുപോയി ട്രീറ്റ് തരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്, പോവാറുണ്ട്. തൊട്ടപ്പുറത്തുള്ള വീട്ടുകാരായിരിക്കും നിങ്ങൾ എപ്പോഴും കാണാറുള്ളത്. അതായത് ഒരു ഉമ്മായും വാപ്പായും തൊട്ടപ്പുറത്തുണ്ട്. അവിടെയാണെങ്കിൽ ഞങ്ങൾ എന്തുണ്ടാക്കിയാലും അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തരും. അങ്ങനെയൊക്കെയാണ്. ആൻറ്റി മാമന് കുറച്ചും തൊട്ടടുത്ത് തന്നെയാണ്. കുറച്ചും കൂടി ഒരു ഇത്ര ക്ലോസ് അല്ലാന്ന് തോന്നുന്നു. വീട് ചേർന്നിരിക്കുന്നില്ല. അത് വീട് കുറച്ച് അപ്പുറത്തോട്ടാ, ഒരു മതിലിൻ്റെ അപ്പുറവും ഇപ്പുറവും തന്നെയാട്ടോ വീട്. അങ്ങനെ ഇന്ന് ആൻറ്റി മാമനൊക്കെ വരെ തൊട്ടപ്പുറത്തുള്ള ഗസ്റ്റുകളാണ്. അപ്പോൾ എന്നാലും ഞങ്ങൾ രാവിലെ തന്നെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പുളിമുട്ടായി കഴിക്കുകയാണ് കേട്ടോ. ചേട്ടൻ വന്നത് പ്രമാണിച്ച് ഞാൻ ഭയങ്കര കൊച്ചു കളിക്കുകയാണ് ഗൈസ്. എൻ്റെ കെട്ടിയാൻ വന്ന അല്ലേ, നമുക്ക് ഏറ്റവും സ്നേഹമുള്ളവരുടെ ആൾക്കാരുടെ മുന്നിൽ നമ്മൾ ഏറ്റവും കുട്ടിയായിട്ട് ബിഹേവ് ചെയ്യുന്നത്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മളോട് വലിയ അടുപ്പമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് കുഴഞ്ഞുകൊണ്ട് ചെന്ന് ചവിട്ടും കിട്ടും. അപ്പോൾ പുള്ളി വരുമ്പോൾ ഞാൻ ഭയങ്കര കൊച്ചുകളിയാണ്. അപ്പോൾ ഞങ്ങൾ ഉത്സവത്തിന് പോയപ്പോൾ എനിക്ക് പുളിമുട്ടായി മേടിച്ചു തന്നായിരുന്നു കേട്ടോ. ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് എടുത്ത് വെച്ചിട്ട് കഴിപ്പാണ്. ഇന്ന് ആള് മജ്ബൂസ് ഉണ്ടാക്കുവാണ്. കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കിയത് ഭയങ്കര സക്സസ് ആയി, ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നും കയറിയിരിക്കുവാണ് അടുക്കളയിൽ. ആള് കയറിയ പിന്നെ ആ ഒരു പകുതി സ്ഥലം നമുക്കൊന്നും തരത്തില്ല. അങ്ങനെ ചേട്ടൻ്റെ വക മജ്ബൂസ്, അതിൻ്റെ നമ്മുടെ പുതിനയില ചട്നി, മല്ലിയില ചട്നി, പിന്നെ വേറെ എന്നാ തക്കാളിയോ എന്തോ 3 കറി ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാട്ടോ ആളുണ്ടാക്കുന്നത്. പിന്നെ അമ്മയുടെ വക ചിക്കൻ കറിയുണ്ട്, അപ്പം, ദോശ, അങ്ങനെ ബുഫയാണ് ഗെയ്സ്. ഇന്നിവിടെ ഒരുപാട് ഐറ്റങ്ങളുണ്ട്. മജ്ബൂസിനുള്ള അതിൻ്റെ കൂടെയുള്ളതാണ് കേട്ടോ പപ്പടമൊക്കെ. അങ്ങനെ ഒരുവിധം എല്ലാം ഒക്കെ റെഡിയായി. രാവിലെ തുടങ്ങിയതാണ്, വൈകുന്നേരം 6 മണിയായിട്ടോ. എല്ലാം സെറ്റായി. ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാത്രം എടുത്ത് വെച്ചേക്കുവാണ്. ദേ ഇവിടെ മജ്ബൂസൊക്കെ റെഡിയായി ചരുവത്തി വെച്ചിട്ടുണ്ട്. നാടൻ കോഴിയാണ് കേട്ടോ. അത് അമ്മയുടെ പ്രിപ്പറേഷൻ. അമ്മയുടെ നാടൻ കോഴി സൂപ്പറാണ് ഗൈസ്. അങ്ങനത്തെ അതെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ട് വെക്കും. അങ്ങനത്തെ ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ ഗസ്റ്റ് ഇതുവരെ എത്താത്തത് കൊണ്ട് ഞാൻ പറഞ്ഞത് അനുസരിച്ച് എൻ്റെ കെട്ടിയോ ഫോൺ വിളിക്കുകയാണ്. വേറെ എവിടെ കിട്ടും, കണ്ടാൽ ഭയങ്കര കലിപ്പനാണ് ഗൈസ്. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഗസ്റ്റിനെ വിളിക്കുന്നതായിട്ട് ഫോണിൽ അഭിനയിക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ പിന്നെ ഗസ്റ്റൊക്കെ വന്നു, ഫുഡ് കഴിച്ചു പോയി. ഞാൻ കൂടുതൽ അവരെ ഒന്നും അങ്ങനെ വീഡിയോയിൽ എടുത്തിട്ടില്ല. കാര്യം അവരുടെ ഒരു പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ. നമ്മുടെ വീട്ടിലുള്ളവരെ എടുക്കും കണക്കായിരിക്കത്തില്ല, പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ എടുക്കുന്നത്. അവർക്ക് ഇഷ്ടമാണോ ഒന്നും അറിയത്തില്ല. സോ ഞാൻ അങ്ങനെ അതൊന്നും അങ്ങനെ മിക്കവാറും അങ്ങനെ എടുക്കാറില്ല. ദെൻ ഇതിന് അടുത്ത വ്ളോഗ് വരുന്നത് ഞാനും എൻ്റെ കെട്ടിയവനും കൂടി സെക്കൻഡ് ഹണിമൂണാണ് ഗെയ്സ്. ഞങ്ങൾ ബാംഗ്ലൂർ സെക്കൻഡ് ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞാൽ പോയത് വലിയ ഹണിമൂണൊന്നും അല്ലായിരുന്നു. അങ്ങനെ സോസേജ് ഫ്രൈയും ചപ്പാത്തിയും മുട്ട പൊരിച്ചതും എല്ലാം കൂടിയൊക്കെ ആയിട്ട് ഞങ്ങൾ ട്രെയിനിൽ ബാംഗ്ലൂർ പോവാണ്. എനിക്ക് കോളേജിൽ നിന്ന് ഒരു റെക്കോർഡ് എടുക്കണം. പിന്നെ പോകുന്നതല്ലേ, ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് പോവാണ്. നമുക്ക് ഷെയറിംഗ് സീറ്റാട്ടോ കിട്ടിയത്. സൈഡ് സീറ്റാണ്. അപ്പം രണ്ടുപേരും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് തെക്ക് വടക്കനെയൊക്കെ ഇരുന്ന്. പക്ഷെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിടന്നുറങ്ങാൻ വേണ്ടി സീറ്റ് കിട്ടി. അങ്ങനെ ചേട്ടൻ എല്ലാം വാരിപ്പറക്കി പോവാട്ടോ. എൻ്റെ ബാഗൊക്കെ കൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടല്ലോ, ഈ ഭാര്യമാരുടെ ബാഗ് കൊണ്ടുപോകാനൊന്നും ഈഗോ ഇല്ലാത്ത കെട്ടിയോ. അങ്ങനെയൊന്നും അല്ല കേട്ടോ പുള്ളിക്ക്. പക്ഷെ ബാഗ് എടുക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ എന്നാലും അത്രയും അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പുള്ളി അപ്പുറത്തെ ബോഗിയിലാണ് കിടക്കുന്നത്. അങ്ങനെ എല്ലാവരും ഒക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കിടത്തമൊക്കെ ആയി. രാവിലെ ആവുമ്പോൾ വരാന്ന് പറഞ്ഞാണ് അപ്പുറത്ത് കിടക്കാൻ പോയത്. അങ്ങനെ രാവിലെ ആയപ്പോൾ നല്ല ഗൈസ്. സ്ലീപ്പറൊന്നോ ജനറലൊന്നോ എനിക്ക് AC ഒന്നോ ഇല്ലാതെ എല്ലാം കുത്തി ഞെരിങ്ങിതേ ഒരു കാല് താഴോട്ട് വെക്കാനാ, വെള്ളം കുടിക്കാനാ നിവൃത്തിയില്ലാതെ ഞങ്ങൾ ഇരിക്കുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഷെയറിംഗ് സീറ്റാണ് താഴെ കിട്ടിയത്. പിന്നെ അത് TT മാറ്റി തന്നപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അടുത്തടുത്ത് തന്നെ ഞങ്ങൾക്ക് ഒരു ബോഗിൽ അടുത്തടുത്ത് വേറെ സീറ്റ് കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ. അത് പക്ഷേ 2 പേർക്കും അപ്പർ ബർത്താണ് കിട്ടിയത്. 2 പേരും 2 സ്ഥലത്ത്. അങ്ങനെ വല്ല വിധനെ ട്രെയിനിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ പിന്നെ ഓട്ടോയിൽ ഞങ്ങളുടെ കോളേജ് റൂട്ടിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇങ്ങനെ അവിടെ ഒരു റൂമുണ്ട്. അവിടെ ചെന്ന് റൂമൊക്കെ എടുത്തു, ഫ്രഷായി നമ്മൾ കോളേജിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് തന്നെ വന്ന കാര്യം അങ്ങ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങി നടക്കാമല്ലോ. അല്ലാതെ പിന്നെ ഇതില്ല തിരിച്ചു വന്ന അമ്മ ഓട്ടിക്കും ഇതിനെന്നും പറഞ്ഞാണ് നമ്മൾ പോയത്. അപ്പോൾ ആദ്യം തന്നെ നേരെ നമ്മൾ അവിടെ പോയി റെക്കോർഡൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ റെക്കോർഡ് എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ രാവിലെ എന്തെങ്കിലും കഴിക്കാനാട്ടോ പോയ. കാര്യം നമ്മൾ ട്രെയിനിൽ നിന്ന് വന്നിട്ട് ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു.
ഇപ്പോൾ അവിടെ അടുത്ത് ഉള്ള കടകളൊക്കെ ഉണ്ടെങ്കിലും രാവിലെ തന്നെ എനിക്ക് വേറൊന്നും കഴിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ അങ്ങനെ മുട്ട പപ്സും മേടിച്ചു, ഒരു ജ്യൂസ് എങ്ങാണ്ടെന്തോ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്തൊരു കടയിൽ കയറിയിട്ട് ഇവിടെ കയറി എന്തോ മേടിക്കാനാന്ന് ചോദിച്ചാൽ റൂമിലേക്ക് എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് ആ പേസ്റ്റ്, നമുക്ക് പല്ല് വയ്ക്കാൻ പേസ്റ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പേസ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാട്ടോ. എന്നിട്ട് കോളേജിൽ പോയി അവിടെ വെയിറ്റ് ചെയ്യാം പ്രിൻസി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഒരു അരമണിക്കൂറോളം അവിടെ ഇരിക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ ദേ അവിടെ ഇരിക്കുവാണ്. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് രമ്യയെ കൂടി പൊക്കുന്നുണ്ട്. രമ്യ എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ നിൽക്കാൻ വരുമ്പോഴുള്ള എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ബാംഗ്ലൂരുള്ള ഹോസ്റ്റലിലുള്ള ഫ്രണ്ടാണ് കേട്ടോ. അപ്പോൾ അതെ ഇതാട്ടോ അവൾ യൂണിഫോമിൽ, അവൾക്ക് ക്ലാസ്സുള്ള ദിവസമായിരുന്നു. അങ്ങനെ അവൾക്ക് എന്തോ വേണം കഴിക്കാമെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ചോറ് കഴിക്കാനാ ചേച്ചി തോന്നണേന്ന് പറഞ്ഞു. അവൾ മന്തി കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ മന്തി കഴിക്കാൻ പോകുന്ന ആദ്യം പ്ലാൻ ചെയ്താ. പിന്നെ അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് ചോറ്, നമ്മുടെ നാട്ടിലെ ചോറ് വേണം, ചുവന്ന അരി അല്ലെങ്കിൽ വെള്ള അരിയിലെ ചോറ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആറ്റുതീരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്ക് പോകുക കേട്ടോ. ദേ ആറ്റുതീരം എത്തി. നമ്മുടെ മലയാളി ഹോട്ടൽ എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നല്ല വെയിലായി കേട്ടോ. അവളുടെ ഉച്ചയ്ക്ക് പ്രിൻസിപ്പലിനോട് ചോദിച്ചിട്ടാട്ടോ ഇവളെ കൂടെ കൊണ്ടുവന്ന, എൻ്റെ കൂടെ ആകുമ്പോൾ വീടും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നു. ഞങ്ങൾ രണ്ടുപേരല്ല, ചേട്ടനും കൂടി വന്നു. അങ്ങനെ ഭയങ്കര ഓർഡറിങ് ആണ്. സംഭവം എന്തോ ചോറാണ്, മീൽസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇലയിലാട്ടോ അവിടെ നല്ല കിളുന്ത് വാഴയിലയിലാ ചോറ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ നിൽക്കുമ്പോൾ ഈ കിളുത്ത് വാഴയിലയിൽ നമ്മുടെ നാട്ടിലെ ചോറ് കാണുമ്പോൾ തന്നെ സന്തോഷമാണ്. ദേ നോക്ക് നമ്മുടെ നാട്ടിലെ അവിയലും തോരനും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമൊന്നുമില്ല, കാരണം ഞങ്ങൾ ഇന്നലെ വരെ വീട്ടിലെ ഫുഡ് കഴിച്ചിട്ട് വന്നതാണേ. അവിടെ ഒരുപാട് നാൾ നിൽക്കുമ്പോഴാണ് നമുക്കിത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന. ഇവിടെ എനിക്ക് തോന്നുന്നു നാട്ടിൽ പോയിട്ട് കുറേ ആയി, ഒരു 7-8 മാസം കൊണ്ട് ഇവള് വീട്ടിൽ പോകുന്നില്ല, ഇവിടെ തന്നെ നിൽക്കുക. ഞങ്ങളുടെ ഹോസ്റ്റലിലെ ഫുഡ് അത്ര രസമൊന്നുമില്ല. അത് കഴിച്ച് ഫുഡിനോടൊക്കെ അങ്ങ് വെറുപ്പാണ്. അങ്ങനെ ഞങ്ങൾ കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ച് നേരം അവിടെ നിൽക്കേണ്ടി, നമ്മൾ ഊബർ പിടിച്ചാട്ടോ പോകുന്ന. കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന്, ഞങ്ങളുടെ ഹോസ്റ്റലിൽ നിന്ന് ഇവിടെ വരെ വരാൻ ഒരു 100 രൂപയുടെ ഓട്ടോയിലായി തോന്നുന്നു കേട്ടോ, 3 ആൾക്കും കൂടി. അങ്ങനെ അടുത്ത ഊബർ വന്നു. ഞങ്ങൾ അതിൽ അവളെ കോളേജിൻ്റെ അവിടെ ഇറക്കി. ഞാൻ പറഞ്ഞു നീ കയറിപ്പോയിട്ട് ഞാൻ പോകത്തുള്ളൂ, നീ ഇതുവഴി എങ്ങനെ പോയാൽ എൻ്റെ പേരിലാവും. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് അവളോട് പോകാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ പോയി ഇന്ന് ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവളതെ ഹോസ്റ്റലിൽ തിരിച്ചുകൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവള് സ്ഥലം വന്നിട്ട് വളാഞ്ചേരിയാണ്, മലപ്പുറം അതേ പാലക്കാടാണോ, ബോർഡറിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. വളാഞ്ചേരിയാണ് സ്ഥലം. ഇത് ഇവിടെ ആട്ടോ നമ്മുടെ റൂമും നമ്മുടെ കോളേജ് ഹോസ്റ്റല്, കോളേജ് ക്യാൻറ്റീൻ എല്ലാം അടുത്തടുത്ത് തന്നെയാണ്. ഇവിടെ ആട്ടോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ ഞാനും ചേട്ടനും മാത്രമേ ഉള്ളൂ. ഇവിടെ സീസൺ, അതായത് നമ്മുടെ കോളേജിൽ എക്സാം നടക്കുന്ന സമയത്ത് ഒത്തിരി കുട്ടികളും പാരൻസും ഒക്കെ വരും. ആ ഒരു ടൈമിൽ ഈ റൂംസ് എല്ലാം നിറഞ്ഞ് ഭയങ്കര ആളാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ആരുമില്ല ഇവിടെ. എനിക്ക് തോന്നുന്നു ഇപ്പം ആ കെയർ ടേക്കറും അദ്ദേഹത്തിൻ്റെ വൈഫും മക്കളും മാത്രമേ ഉള്ളൂ. അതായത് കുറച്ച് ടൗൺ ഏരിയ അല്ല, ഇത് കുറച്ചൊരു നമ്മുടെ ടൗണിൽ നിന്ന് വിട്ട് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം ടൗണിലൊക്കെ നല്ല തിരക്കാണ്. ഇവിടെ പിന്നെ ഒഴിവാണ്, വലിയ ആൾക്കാരൊന്നുമില്ല. ഇങ്ങനെ ഞങ്ങൾ പുറത്തുനിന്ന് വരുന്ന അറിയാന്നുള്ളവരൊക്കെ വരത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഓടി നടന്ന് എല്ലാ റൂമും സെർച്ച് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള റൂമാട്ടോ നമ്മൾ സെലക്ട് ചെയ്താൽ. ഞാനും ചേട്ടനും കൂടി ഒരു വലിയ ഹോട്ടൽ വാടകയ്ക്കെടുത്ത് താമസിക്കും പോലെയാണ് അവിടെ താമസിച്ചത്. അതിൻ്റെ ഞങ്ങൾ റൂമിൽ വന്നു, ഫ്രഷായി. പിന്നെ വൈകുന്നേരം ഞങ്ങൾ പുറത്തോട്ട് പോവുകയാണ് കേട്ടോ. ചേട്ടന് ഇവിടേക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കോളേജിൽ ഇവിടെ നിൽക്കുമ്പം ഫുൾ ഇവിടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് വലിയൊരു പുതുമ തോന്നിയില്ല, പക്ഷേ ചേട്ടന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി വരുമ്പോഴും ഇവിടെ വരണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ ഫാർദിയാർ സിറ്റിയിൽ പോവുകയാണ്. സത്യം പറഞ്ഞാൽ പുള്ളിക്ക് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. ഞാനിങ്ങനെ പറയുന്നുണ്ട് നമുക്ക് ഫാർദിയാർ മാളിൽ പോകുന്ന പുള്ളിയുടെ വിചാരം ഞാൻ ഏതോ മാളിൽ കൊണ്ടുപോകും. ആൾക്ക് മാൾ അത്ര ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല കേട്ടോ. കേൾക്കുന്നവർക്ക് എന്തെങ്കിലും തോന്നും. സത്യം പറഞ്ഞാൽ എനിക്ക് ലുലു മാൾ, അങ്ങനെ ഈ മാളിൽ പോയിട്ട് വെറുതെ മാളിനകത്ത് കയറി നമ്മളെ കണക്കുള്ളവർക്ക് ഒന്നും മേടിച്ച് കഴിക്കാനൊന്നിനും പറ്റത്തില്ല. വെറുതെ AC അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ, കുറച്ച് ഫോട്ടോസ് എടുക്കാം, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്ര താല്പര്യമില്ല. പക്ഷേ ഇവിടെ നല്ല രസമാണ്. ഇവിടെ മാള് മാത്രമല്ല. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് മൊമോസ് കഴിച്ചാട്ടോ. മൊമോസും ഒരു ചായയും മേടിക്കുവാണ്. നല്ല റേറ്റായി കേട്ടോ. മൊമോസ് 6 മൊമോസ് എങ്ങാണ്ട് തന്നെ 150 രൂപയെങ്ങാണ്ടേക്കായി. ഈ ചായക്ക് അത് വളരെ ചെറിയ മൊമോസാണ്. ചായ വലിയ ടേസ്റ്റൊന്നുമില്ല. ഇവിടുത്തെ ചായ പൊതുവെ ഭയങ്കര മധുരമാണ്. നമുക്ക് കുടിക്കുമ്പോൾ നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. ഇവർ ഒത്തിരി മധുരം ഇട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ചെറിയ വെയിലുണ്ട് കേട്ടോ. ഞങ്ങൾ നടന്ന് ഭാരതീയ സിറ്റിയിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്ന വഴിക്കെല്ലാം പുള്ളി എന്നെ പറയുന്നുണ്ടോ നീ എവിടെയാ കൊണ്ടുപോകുന്നത്. ആൾക്ക് ഒട്ടും എൻ്റെ വാക്കിൽ ഒരു വിശ്വാസമില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ നല്ലതാണ്, നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞ്
അങ്ങനെ വിളിച്ചിട്ട് പോയി. അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇഷ്ടമൊക്കെ പെട്ട കേട്ടോ. കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതുവരെ ഞാൻ എന്തോ ഒരാളെ ബലമായി പിടിച്ചോണ്ട് പോണ ഫീലിങ്സ് ആയിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ എൻ്റെ ക്യാമറമാനെ ഇടയ്ക്കിടയ്ക്ക് ആക്ട് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം അത് ഞാൻ പിണങ്ങിയൊക്കെ പോവും. അങ്ങനെ ഞാൻ നടന്നു പോയപ്പോൾ ആൾ പറയുന്നു ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുക, എൻ്റെ ഭയം ഇറുക്കട്ടും, അല്ലെങ്കിൽ പിണങ്ങി പോവും, എൻ്റെ വീഡിയോ ഒക്കെ എടുത്തു തരണം. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി നടന്നു പോവാട്ടോ. ഞാനിവിടെ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോഴും ഞാനിങ്ങനെ മാളിൽ വരുമ്പോഴും അവിടെയൊക്കെ കറങ്ങി നടക്കുമ്പോഴും എപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ. ചേട്ടനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചേട്ടൻ വന്നിട്ട് വരണം എന്നൊക്കെ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അവിടേക്ക് കേട്ടോ ഇപ്പം ചേട്ടനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ചേട്ടനെ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സിന് ഞാനിങ്ങനെ ഇപ്പോൾ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇവിടെ വരണം, ഇവിടെ അവരുണ്ടായിരുന്നെങ്കിലോ കൂടെ എന്നിങ്ങനെ ചിന്തിക്കാറുണ്ട്. അതുവഴിയൊക്കെ നടക്കുമ്പോഴും എവിടെയെങ്കിലും എന്തെങ്കിലും കാണാൻ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കും. അപ്പം അതിൽ ചേട്ടനാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ. അപ്പം ആളെ കൂട്ടി അവിടെ ചെന്നത്. ബാംഗ്ലൂർ എന്തുണ്ട് കാണാൻ വെച്ചാൽ എനിക്കറിയില്ല, പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പക്ഷേ ഞാൻ നിൽക്കുന്ന സ്ഥലവും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചേട്ടനും വരണം, ചേട്ടൻ അവിടെ ഒന്ന് കാണണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് ഞങ്ങളുടെ ബാർദിയർ സിറ്റി ഞങ്ങളുടെ കോളേജിൻ്റെ അവിടെ നിന്ന് 7 രൂപയെങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ ബസ്സിന്. കഴിഞ്ഞ വട്ടമൊക്കെ 5 രൂപയാണ്. ഇപ്പം പ്രൈവറ്റ് ബസ് ആയതുകൊണ്ടാണോ അത് ഇപ്പോൾ 7 രൂപയെങ്ങാണ്ട് 6 രൂപയായി. ഒരാൾക്ക് 6 രൂപ വെച്ചായി. അത്രയേ ഉള്ളൂ, അത്ര അടുത്താണ്. പുള്ളി വന്നിരുന്ന് ഫോണൊക്കെ ചെയ്തിട്ടൊക്കെ ഇരിക്കുവാണ് കേട്ടോ. അനിയന്മാരെയൊക്കെ വിളിച്ചിട്ടിരുന്നു. ഞാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വൈബ് എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് ഊഞ്ഞാലൊക്കെ ആടി. എൻ്റെ ഇടയ്ക്ക് എന്നെ സെക്യൂരിറ്റി മാമ ഓട്ടിച്ച് വിട്ടു. അപ്പം ചേട്ടൻ ചിരിച്ചുകൊണ്ട് വന്നു. ചേട്ടൻ സന്തോഷമായി. അതങ്ങനെയാണ് കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊക്കെ കിട്ടുമ്പം നമുക്ക് സന്തോഷം വരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നടക്കുവാണ് കേസ്. ഇവിടെ അത്രയും ഒത്തിരി പേരും അങ്ങനെ അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒരുപാട് പേരുണ്ട്. എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നടക്കുന്നു. ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ രസമാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല നേരം ഇരുട്ടി തുടങ്ങി. അപ്പോഴേ രസമുള്ളൂ. ഈ വെയിലുള്ള സമയമൊന്നും ഇത്ര രസമില്ല. ഞങ്ങൾ മാളിലേക്ക് പോയി കേട്ടോ. മാളിൽ ചുമ്മാ ചുറ്റിക്കറങ്ങി നടന്ന. മാളിൽ നമ്മളൊന്നും മേടിക്കാനായിട്ട് നമുക്ക് ഒരു ലക്ഷ്യമില്ല. മാളിൽ വെറുതെ കയറി കുറച്ച് AC ഒക്കെ കൊണ്ടിട്ട് തിരിച്ച് വരാം, എന്നിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് റൂമിൽ പോകണം. ഇതൊക്കെയാണ് ഇപ്പോഴുള്ള പ്ലാനിങ്. അങ്ങനെ നമ്മൾ ബാർദിയർ സിറ്റിയിലുള്ള ബാർദിയർ മാളിലേക്ക് കയറി കേട്ടോ. ഇവിടെയൊക്കെ നല്ല നല്ല ഡ്രസ്സ് കാണാൻ ചേട്ടൻ അങ്ങോട്ട് വലിക്കും. പക്ഷെ ചേട്ടൻ നിൽക്കത്തില്ല കേട്ടോ. ചേട്ടൻ പെട്ടെന്ന് പൊക്കളയും. അവിടെ പിന്നെ ഞാൻ മാത്രം ഞാൻ പിറകെ ഓടിയാണ് പോണത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. അഥവാ നിൽക്കണമെങ്കിലോ ലിപ്സ്റ്റിക്കിൻ്റെ അടുത്തൊക്കെ എത്തുമ്പോൾ എൻ്റെ കൈകളൊക്കെ ഒന്ന് പരതാറുണ്ട്. അത് ഇന്നേഴ്സിൻ്റെ അടുത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുൾ ഇന്നേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മനുഷ്യൻ അങ്ങോട്ട് വന്നില്ല ഗൈസ്. ആള് മുന്നേ എക്സിലേറ്ററിൽ കയറി അങ്ങ് പൊക്കളഞ്ഞ കേട്ടോ. ഞാൻ അവിടെ നിൽക്കുന്ന കണ്ടപ്പം. കല്യാണം കഴിഞ്ഞ് ഉടനെ വിളിച്ചിട്ട് വരാനുള്ളായിരുന്നു. എനിക്ക് മേടിച്ചു തന്നേനെ. ഇപ്പം 2 വർഷമായില്ലേ. അതുകൊണ്ട് ആൾക്കൊരിതില്ല ഗൈസ്. പെട്ടെന്ന് അങ്ങ് പൊക്കളയും. ഞാൻ ഓരോന്നിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ആൾ മുന്നേ നടന്നു കളയും. അങ്ങനെ കുറച്ച് നേരം മാത്രം മാളിനകത്തൊക്കെ കറങ്ങി നടന്ന് കഴിഞ്ഞാൽ നമ്മൾ മാളിന് പുറത്തിറങ്ങി കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഇതിന് മുന്നേയൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരുമ്പോഴൊന്നും ഇത്രയും ഈ മാളിങ്ങനെ ചുറ്റി കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാനിപ്പോൾ ചേട്ടൻ്റെ കൂടെയൊക്കെ പോയപ്പോഴാണ്. ചേട്ടൻ്റെ കൂടെ പോകുമ്പം ഭയങ്കര ഒരു പ്രൊട്ടക്ഷൻ ഫീലാണല്ലോ. കാരണം നമുക്ക് ഒന്നും പേടിക്കാനൊന്നും ഇല്ലല്ലോ, ചേട്ടനുണ്ടല്ലോ എന്നൊരിതാണ്. അപ്പോഴും പിന്നെ എല്ലായിടവും എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ പോയി നോക്കി അവിടെയൊക്കെ. കാരണം അത്യാവശ്യപ്പെട്ട് ഹോസ്റ്റലിൽ നിന്ന് പോകുമ്പോഴത്തേക്ക് ഇത്ര സമയത്തിനുള്ളിൽ തിരിച്ച് കയറണം എന്നൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. ഇത് പിന്നെ ഞങ്ങൾ റൂം എടുത്ത് നമുക്ക് എപ്പോൾ റൂമിൽ പോയാലും കുഴപ്പമില്ല. അപ്പോൾ വെറുതെ അവിടെയൊക്കെ ഇരുന്നു എല്ലാവരും വായി നോക്കി. എല്ലാവരെയും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ വായി നോക്കിയിരിക്കാൻ. ഡ്രസ്സും ചെരുപ്പും മേക്കപ്പും എല്ലാം ഇങ്ങനെ വായി നോക്കി ഇരുന്നു. പിന്നെ ഇതിപ്പോൾ അമ്മയാട്ടോ ഫോൺ ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് അമ്മ വിളിച്ച് ഞങ്ങൾ എവിടെ നിൽക്കുന്നത് കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ. അന്നേരം ഞങ്ങൾ തിരിച്ച് നടക്കുകയാണ് ഗൈസ്. ഇത്രയൊക്കെ ഉള്ളൂ. വെറുതെ ഞങ്ങളുടെ ബാംഗ്ലൂർ യാത്ര. എനിക്ക് തോന്നുന്നു കുറച്ച് വീഡിയോസ് ഇങ്ങനെ ഉണ്ട്. ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയ സ്ഥലങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട്. രാത്രി ഭാരതീയർ മാൾ രസമുണ്ട് കേട്ടോ കാണാൻ. ഞാൻ ഫസ്റ്റ് ടൈം രാത്രിയിൽ ഭാരതീയർ മാൾ ചുറ്റിക്കറങ്ങി നടക്കുന്നത്. അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് വരുമ്പോഴത്തേക്കും ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോകും. അവിടെ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് വണ്ടി ഉണ്ട്. പക്ഷേ അന്ന് നമ്മൾ വണ്ടി യൂസ് ചെയ്തില്ല. ഞാൻ ചേട്ടനെ കൊണ്ട് നടക്കാമെന്ന് തന്നെ വിചാരിച്ചു. നമ്മൾ കഴിച്ചേക്ക് ദഹിക്കണമല്ലോ. തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടുത്തെ സ്ട്രീറ്റിലെ മറ്റേ ഫുഡ് ഐറ്റംസ് എല്ലാം. എനിക്കൊരു റംസാൻ ടൈം ആയിരുന്നു കേട്ടോ ഈ ഒരു സമയം. റംസാൻ മാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. അതെല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. സമോസ, മോമോസ്, ബർഗർ എല്ലാം, ഷവർമ എല്ലാം ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റിലെ തന്നെ ഒരു ജ്യൂസിൽ സ്റ്റാർട്ട് ചെയ്തു. കാരണം കുറേ ദൂരം നടന്നതല്ലേ, അപ്പം നല്ല ദാഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരു മാംഗോ ഷേക്ക് കുടിച്ചു. ചേട്ടൻ
ഏതോ വാട്ടർമെലനോ അങ്ങനെ എന്തോ ചേട്ടനും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്നു വന്നു. ഞങ്ങൾ മോമോസ് അന്വേഷിച്ച് നടക്കുവാണ് കേട്ടോ. അതെ, ഈ ഒരു സ്ഥലത്ത് നല്ല അടിപൊളി മോമോസ്, 10 മോമോസ് 60 രൂപയുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മോമോസ് കഴിക്കാനായിട്ട്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ, ഞാനിപ്പോൾ ബാംഗ്ലൂർ വന്ന് മുന്നേയൊക്കെ വന്നപ്പോഴും മോമോസ് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അറിയില്ല അതെങ്ങനെയാണെന്നുള്ളത്. അപ്പം ചേട്ടൻ്റെ കൂടെ വന്നതിന് ശേഷമാണ് മോമോസ് കഴിപ്പ് തുടങ്ങിയത് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ആ മയണൈസ് കൂട്ടിയാണ് കഴിക്കുന്നത്, ചേട്ടൻ മറ്റേ ആ ചട്നി കൂട്ടിയാണ് കഴിക്കുന്നത്. അങ്ങനെ നിങ്ങൾ 2 പ്ലേറ്റ് മേടിച്ച് കഴിച്ചു കേട്ടോ. അപ്പം തന്നെ വയറ് നല്ല ഫില്ലായി. അത് കഴിഞ്ഞ് ഇനി എന്ത് രാത്രിയിലത്തേക്കുള്ള അല്ല, ഞങ്ങൾ ചുമ്മാ ഈവനിങ് സ്നാക്സ് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നല്ല വൈബാണ്ടായിരുന്നു കേട്ടോ. സന്ധ്യ സമയമായിരുന്നു, നല്ല തിരക്കായി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സ്കൂൾ കോളേജ് എല്ലാ വർക്കൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലൊക്കെ പോയി ഫ്രഷായി വെറുതെ കറങ്ങി നടക്കാൻ വേണ്ടി അവിടെയൊക്കെ വരുന്നുണ്ട്. എല്ലാവരും നൈറ്റ് ഫുഡൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇതെന്തോ മറ്റേ നമ്മൾ നാനിനകത്തിന് എന്തോ ഫില്ലിങ് ചിക്കൻ റോളോ അങ്ങനെ എന്തോ പറഞ്ഞാണ് മേടിച്ചത്. പക്ഷേ നാനാണെന്ന് തോന്നുന്നു, ചപ്പാത്തി അല്ലായിരുന്നു. അതിനകത്ത് കുറേ ചിക്കൻ്റെ ഫില്ലിങ്സ് ഒക്കെ വെച്ച് നിറച്ചിട്ടായിരുന്നു. കൊള്ളായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. എൻ്റെ വയറ് വീത്തോട്ടോ. എനിക്ക് കുറച്ച് കഴിക്കുമ്പോഴേ എൻ്റെ വയറ് വീക്കും. എന്നിട്ട് ഞങ്ങൾ ഫുഡ് വിളിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങളൊരു മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒരാൾക്ക് കഴിക്കാൻ വേണ്ടി മാത്രം. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും മന്തി വരുമ്പോൾ ഞാൻ കഴിക്കും. അങ്ങനെ ഞങ്ങൾ ഇനി ബസ്സിനാണ് തിരിച്ച് റൂമിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മൾ ബസ്സിൽ കയറിയപ്പോഴൊന്നും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാര്യം നമ്മുടെ ബാംഗ്ലൂരൊക്കെ ഉള്ള ബസ്സെന്ന് വെച്ചാൽ എനിക്കറിയില്ല, ബസ്സെന്നല്ല എല്ലാ വാഹനങ്ങളും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇനി അങ്ങനെ അല്ലേന്ന് എനിക്കറിയില്ല. ആരും ഇങ്ങനെ ട്രാഫിക് റൂളൊന്നും ഒബേ ചെയ്യാത്ത ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കടയുടെ അകത്തൂടെയൊക്കെ വണ്ടി കയറിപ്പോണ കാണാം, എടുത്തടിച്ച് കണക്കാ പോകുന്നത്. അപ്പോൾ ക്യാമറയൊക്കെ പോക്കിയിരുന്ന് എൻ്റെ വണ്ടിയൊക്കെ എൻ്റെ മൊബൈലൊക്കെ എവിടെയെങ്കിലും കിടക്കും. അതുകൊണ്ട് ഞാൻ അള്ളിപ്പിടിച്ചൊക്കെ ഇരുന്നാണ് വല്ല വിധേനെ അവിടെ എത്തുന്നത്. ഭയങ്കര റേറ്റ് കുറവാണ്. പക്ഷെ ഓട്ടിക്കുന്നതൊന്നും നമ്മുടെ നാട്ടിലെ കണക്ക് അത്ര സേഫ് ആയിട്ടൊന്നുമല്ല. അതിന് ഊബർ നമ്മൾ ഓട്ടോയൊക്കെ പിടിച്ച് പോകുമല്ലോ, ഏത് കാറ് പിടിച്ചാലും ഓട്ടോ പിടിക്കും, എല്ലാം അങ്ങനെ തന്നെ. ഇങ്ങനെ ഇപ്പം ഇടിക്കും ഇടിച്ചില്ല എന്ന് കണക്കാണ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ കെയർ ടേക്കറിൻ്റെ മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ. ഈ പിള്ളേർ തെലുങ്കോ കന്നഡയോ ആണ്. ചേട്ടൻ ഇവരോട് സംസാരിക്കുന്നുണ്ട്. 1 2 3 4 ഒക്കെ തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലൊക്കെ എണ്ണുവാട്ടോ കൊച്ചുങ്ങൾ. എനിക്ക് പക്ഷേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് ഹിന്ദി അത്ര പക്ഷേ ഇല്ലല്ലോ. അവർ ഹിന്ദിയാണോ സംസാരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നൈറ്റ് കുറച്ച് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി, അതായത് നമ്മുടെ ചിക്കൻ കബാബ്, ബീഫ് ഫ്രൈ എല്ലാം ലോക്കൽ റേറ്റ് 40 രൂപ 50 രൂപയൊക്കെ ഒരു 5 പീസ് വീതമൊക്കെ കിട്ടും. ചെറിയ പീസാണ്. അങ്ങനെ അതൊക്കെ മേടിക്കുന്നുണ്ട് കേട്ടോ. അവിടെ എത്രയും ആൾക്കാർ, ലൈറ്റ്, അവിടെ ഉത്സവം, 2 അമ്പലത്തിൽ ഉത്സവമുണ്ട്. അങ്ങനെ ഒരു ഉറങ്ങാത്ത ഒരു സ്ഥലം കണക്ക്. 10 10:30 11 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഒട്ടും രാത്രിയാവാത്ത കണക്കുണ്ട് കേട്ടോ. അതെ, ഇതൊക്കെ കണ്ടോ, ഫുൾ കടകളിലെ ഫ്രണ്ടിലും ഇങ്ങനെ ഓരോന്ന് ഫുൾ ഫുഡ് ഐറ്റംസാണ്. എനിക്കറിയില്ല എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഫുൾ ചിക്കൻ്റെയും ബീഫിൻ്റെയും അങ്ങനെയൊക്കെ കുറേ ഐറ്റംസ് ഉണ്ട്. മധുരമുള്ള കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അതൊക്കെ വെറുതെ നോക്കി ഞാനിങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് നടന്നു കേട്ടോ. ഒന്നും കഴിച്ചില്ല. ചേട്ടൻ ബീഫിൻ്റെയും ചിക്കൻ്റെയും സംഭവം മേടിച്ചിട്ടുണ്ട് റൂമിൽ കൊണ്ടുപോയി കഴിക്കാൻ. ഞാൻ മേടിച്ചില്ല. എൻ്റെ മനസ്സിൽ ഇതൊക്കെ ചിക്കൻ തന്നെ ഇരിക്കുമോ എന്നൊരു ചിന്തയായിരുന്നു. ചിക്കനൊക്കെ തന്നെയായിരുന്നു ചേട്ടൻ പറഞ്ഞു. ഞങ്ങൾ പിന്നെ പോകുന്ന വഴിക്ക് വയറിളക്കത്തിനുള്ള 2 ടാബ്ലറ്റും കൂടി മേടിച്ചിട്ടുണ്ട് കേട്ടോ മെഡിക്കൽ സ്റ്റോറിൽ കയറി. കാര്യം ഇതൊക്കെ കഴിച്ചിട്ട് വയറിളവണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് വയറ് വേദനയ്ക്ക് ടാബ്ലറ്റും കൂടെ മേടിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോകുന്നത് കേട്ടോ. ഇനി വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ റൂമിൽ ചെന്ന് ഫ്രഷ് ആകുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് ഐറ്റംസ് വരും കേട്ടോ. അതേ കണ്ടോ, മെഡിക്കൽ സ്റ്റോറിൽ കയറിയുണ്ടോ ഈ മനുഷ്യൻ. കയറിയിട്ട് സ്റ്റൊമക്ക് പെയിനുള്ളതോ ലൂസ് മോഷൻ ഉള്ളതോ ഒക്കെ ടാബ്ലറ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. കാര്യം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ ഫുഡ് നമുക്ക് വിശ്വസിച്ച് അത്ര കഴിക്കത്തില്ല, എപ്പം വയ്യാതാകുമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഒട്ടും വിശ്വാസമില്ല ഇവിടുത്തെ ഫുഡിനോട്. അങ്ങനത്തെ ഞങ്ങൾ റൂമിലെത്തി കേട്ടോ. ഇനി ഫ്രഷ് ആവണം, നമ്മുടെ ഫുഡ് ഐറ്റം വരണം, വന്നിട്ട് അത് കഴിച്ചിട്ട് കിടക്കണം. ഇത് കുറേ പാൻസ് ഒക്കെ കേട്ടോ, അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അമ്മ അങ്ങ് ഓസ്ട്രേലിയയിൽ പോകുമ്പോഴും അമ്മയ്ക്ക് അവിടെ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറേ പാൻസ് മേടിച്ചു. അമ്മയ്ക്കും ചേട്ടത്തിക്കും ഒക്കെ മേടിച്ചിട്ടുണ്ട്. ഞാനും ഇടുന്നുണ്ട് കേട്ടോ. 3-4 പാൻറ്റ് ഞാനും എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നിന്ന് 100 രൂപ ആ ഒരു റേഞ്ചിലായിരുന്നു. 100 95 ആ ഒരു റേഞ്ചിൽ. അങ്ങനെയൊക്കെ കൊള്ളാം, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയായിരുന്നു. കുഴപ്പമില്ല, നല്ല തുണിയായിരുന്നു. ഇപ്പം ഞങ്ങൾ എല്ലാവരും യൂസ് ചെയ്യുന്ന ആ പാൻറ്റാട്ടോ, നല്ല തുണിയാണ്. ഞാൻ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കൊള്ളാം.
അമ്മ പുറത്തു നോക്കിയിട്ടുണ്ട് പോവാറുണ്ട്. അങ്ങനെ റൂമിലെത്തി. ഞാൻ വളരെ വളരെ ക്ഷീണിതയാണ് കേസ്. കാരണം രാവിലെ തൊട്ട് നടക്കുക. ട്രെയിനിൽ ഇന്ന് രാവിലെ ഇറങ്ങിയതേ ഉള്ളൂ. എന്നിട്ട് ഫുൾ നമ്മൾ കറക്കുമായിരുന്നു. ഞങ്ങളുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ഉടനെ വരും. അതുവരെ ഓക്കെ, ബൈ ബൈ, സീ യു.